ഇതിപ്പോൾ ചോദിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ചോദിക്കണം. ടി ജി എങ്ങനെയാണ് പൊതുവേ എല്ലാവരും രാഷ്ട്രീയ നിരീക്ഷകനായിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ എല്ലാവരും കണ്ടത്. ഈ സംഗീതവുമായിട്ട് എങ്ങനെയാണ് ഇത്രയും ബന്ധം? അത് പലപ്പോഴും ഞാൻ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചു. ഈ മനുഷ്യന് ഒരു ചിന്തയുടെ ഒരു റേഞ്ച് ഉണ്ടല്ല. എൻ്റെ ഇതിലൊരു 10% മാത്രമേ ഞാൻ രാഷ്ട്രീയ കാര്യങ്ങൾ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യാറുള്ളൂ. പക്ഷേ ഈ പരിപാടികൾ ഇതുപോലത്തെ യൂട്യൂബ് ഇതിലൊക്കെ ചോദ്യങ്ങൾ വിഷയങ്ങൾ മുഴുവൻ രാഷ്ട്രീയമാണ്, കൂടുതൽ പോപ്പുലർ അതായതുകൊണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നതുകൊണ്ട് വായിച്ച് ചോദിക്കുന്ന രാഷ്ട്രീയമാണ്, ഞാൻ രാഷ്ട്രീയ ഉത്തരം പറയുന്നു. എന്നെ അത് ഒരു 10%, 10-15% കൂടുതൽ എന്നെ അത് സ്പർശിക്കാറില്ല. ഞാനതേപ്പറ്റി ആലോചിക്കാറില്ല, ഞാൻ വറി ചെയ്യാറില്ല. ആ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്ന് വിചാരിച്ചിട്ട് ഉറക്കം കളയാറില്ല. അതിൽ കൂടുതലൊരു പക്ഷേ ഫുട്ബോൾ ചിലപ്പോൾ എനിക്ക് എന്താകും എന്നൊക്കെ ഒരു ആശങ്ക തോന്നാറുണ്ട്. അപ്പോൾ അത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സർവസ്പർശിയായ ഒരു കാര്യമൊന്നുമല്ല രാഷ്ട്രീയം. 10-15% എൻ്റെ ഒരു പേഴ്സണൽ ലിമിറ്റാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാർ മറ്റു കാര്യങ്ങൾ നോക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പേഴ്സണലി ഞാൻ അത്രയൊക്കെ ഇൻവോൾവ്മെൻറ്റ് അതിലെടുക്കാറുള്ളൂ. അതിലുമൊക്കെ എത്രയോ വലിയ സബ്ജക്റ്റാണ് സംഗീതം. സംഗീതമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാരമായ ലഘുവായ 5 കൊല്ലം കൂടുമ്പോൾ മാറി മറിയുന്ന ഒരു നിസ്സാര സംഭവമാണ് രാഷ്ട്രീയം. ഇത് 5 കൊല്ലം കഴിയുമ്പോൾ മാറുന്നുണ്ടോ? ഇല്ല. എത്ര കാലമായി ത്യാഗരാജൻ, എത്ര വർഷമായി, നൂറ്റാണ്ടുകളായിട്ട് അവരൊക്കെയാണ് ഈ രാഷ്ട്രം നിലനിർത്തുന്നത്. അതിൻ്റെ പുറത്താണ് രാഷ്ട്രീയക്കാർ കളിക്കുന്നത്. ഇവരുണ്ടാക്കി വെച്ച അടിത്തറയുണ്ടല്ല, അതിൻ്റെ പുറത്തു നിന്നാണ്, സാംസ്കാരികമായ അടിത്തറയുടെ പുറത്താണ് രാഷ്ട്രീയത്തിൻ്റെ കെട്ടിമറിച്ചിലുകൾ. അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിൽ ഇടപെടാനൊന്നും പോകാത്തത്. പിന്നെ ചോദിക്കുമ്പോൾ പറയുന്നു, അത്രയേ ഉള്ളൂ.